തിരുപ്പതി യാത്രയുടെ വിശേഷങ്ങൾ പറയാനുണ്ട്. പിന്നെ മെയിനായിട്ട് പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് ഒരു ശ്ലോകത്തിലേക്ക് കടക്കാം, എന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. തിരുപ്പതി യാത്ര വളരെ 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 സന്തോഷകരമായിരുന്നു. ഇപ്പോൾ ഇന്നലെ എനിക്കൊരു സങ്കടം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാതാജി പറഞ്ഞു ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയില്ല. നമ്മളും ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ അവിടുന്ന് സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് പോകുന്നത്. മോന് ഡെങ്കു ഫീവർ, അപ്പം സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് പോകുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ ഒരു 4-5 ടെമ്പിൾസ് ഒന്ന് ഫിക്സ് ചെയ്യും. അതിൽ കൂടുതൽ നമുക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ടിക്കറ്റും ഒക്കെ അവൈലബിൾ ആകുമ്പോഴാണ് പോകുന്നത്. അപ്പൊ ഇനി പോകുന്നത് 13 ക്ഷേത്രങ്ങളിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയതിൽ നിന്ന് വ്യത്യസ്തമായ ക്ഷേത്രത്തിലായിരിക്കും ഇനി അടുത്ത പോക്ക്. അപ്പോൾ നമ്മള് ഫോട്ടോ ഇടാം. ഇനി അടുത്ത നമ്മുടെ യാത്ര വരുന്നത് വിജയദശമിക്കാണ്. അപ്പൊ വിജയദശമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ശ്രീ എന്താ പറയാ ഭൂലോക വൈകുണ്ഠം പോലെ ഇരിക്കും നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ ആ ഒരു പ്ലേസ്. ഇപ്പൊ ഭാരതീയമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാവും ഞങ്ങൾ പോയപ്പോ അങ്ങനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ അത് വിഷമിക്കണ്ട. കാരണം ഭൂലോക വൈകുണ്ഠം എങ്ങനെ ഇരിക്കുമോ അതേപോലെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും ഇനി വരുന്ന നമ്മുടെ ഈ എന്താ പറയാ ദർശനം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നവരാത്രിക്ക് പോകണം. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം പോയവർക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 4 ദിവസത്തെ അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ടിക്കറ്റ്, അവരുടെ 4 ദിവസത്തെ നല്ല ഭക്ഷണം ഭാരതീയമേഖല നമ്മുടെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് യാത്രയിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയ ശ്രുതിയുടെ അച്ഛൻ, പിന്നെ ബി ചേട്ടൻ, പിന്നെ നമ്മുടെ അഭിമന്യു ചേട്ടന്റെ പെങ്ങള് അനുക്കുട്ടിയെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് എടുത്തു പറയത്തക്ക എല്ലാവരും മഞ്ജരീസ് എന്നുള്ളവരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഹാപ്പിയാണെന്ന്, എല്ലാവരും വളരെ വിഷമത്തോടു കൂടിയാണ് തിരിച്ചു പോയത്. ഇനി എന്ന് കാണാൻ പറ്റും ഇതുപോലെ എന്നൊക്കെ ഉള്ളത്. നമ്മളുടെ യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ യാത്ര മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു ആധ്യാത്മികതയോടൊപ്പം തന്നെ ഒരു ആനന്ദഭരിതമായിരിക്കുന്ന ഒരു യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യാറ്. സോ നമുക്ക് ടിക്കറ്റ് എമൗണ്ടും റൂം അഡ്വാൻസും മാത്രമായിരിക്കും പേ ചെയ്യേണ്ടി വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ അവിടെ ചെല്ലും അപ്പന അത് യാത്ര ചെയ്തവർക്ക് അറിയാം. വണ്ടിയുടെ ചാർജ് ആണെങ്കിലും നമ്മുടെ ഗൈഡ് നമ്മളോട് വാങ്ങിച്ചത് 5 ദിവസത്തേക്ക് 200 റുപ്പീസ് വാങ്ങിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ട്രാവൽ ചെയ്തത്. ഭക്ഷണമൊക്കെ വളരെ നല്ല ഭക്ഷണമായിരുന്നു. 12 ഫേമസ് ആയ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി. നല്ല തിരുത്തണി, കാളഹസ്തി, പിന്നെ നമ്മുടെ ശ്രീനിവാസ മംഗാപുരം, ഗോവിന്ദരാജ ടെമ്പിള്, പത്മാവതി ടെമ്പിള്, തിരുപ്പതി, ദെൻ പിന്നെ എവിടെയായിരുന്നു കാണിപ്പാക്കൊക്കെ അവിടുന്ന് 80 കിലോമീറ്റർ ദൂരെയുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ 160 കിലോമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ അഭയഹസ്തം, പിന്നെ മഹിഷാസുര മർദിനി ടെമ്പിള്, അങ്ങനെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 12 ടെമ്പിൾസിൽ പോയപ്പം ബിന്ദുമ ഇവിടെയുണ്ട്. 12 ടെമ്പിൾസിൽ പോയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 5 ദിവസത്തെ AC റൂം റെന്റ്, പിന്നെ 2 പേരായിട്ടാണ് റൂം ഷെയർ ചെയ്തത്. 5 ദിവസത്തെ AC റൂം റെന്റ്, നമ്മുടെ 3 നേരത്തെ ഭക്ഷണം, വെള്ളം, ബസ്സിൽ AC ബസ്സിലുള്ള യാത്രകള്, പിന്നെ അങ്ങനെയുള്ള എല്ലാം ചേർത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8,500 അതിൻ്റെ ഉള്ളിലാണ് എല്ലാവർക്കും എക്സ്പെൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത്, നമുക്ക് 13 ക്ഷേത്രങ്ങളാണ് ദർശനം കിട്ടുന്നത്. ആലോചിച്ച് നോക്കണം. തിരുപ്പതി മാത്രം പോയിട്ട് കാളഹസ്തി, പിന്നെ തിരുപ്പതി, പത്മാവതി അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി മാത്രം എനിക്ക് തോന്നുന്നു 4,000 5,000 ഒക്കെ പറയുന്നുണ്ട് പലരും. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാന്നുള്ളത്. നമുക്ക് ഇത് 5 ദിവസത്തെ കംപ്ലീറ്റ് ട്രിപ്പാണ്. 5 ദിവസം നമ്മൾ AC റൂമിൽ താമസിക്കുന്നു, 5 ദിവസം AC ബസ്സിൽ യാത്ര ചെയ്യുന്നു, പിന്നെ നല്ല ഭക്ഷണങ്ങൾ 3 നേരം കഴിക്കുന്നു, പിന്നെ നമ്മുടെ ദർശൻ ടോക്കൺ, അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെയാണ് നമുക്കിത് വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ കൈകളിലെ പൈസ എടുത്ത് തന്നെ സന്തോഷത്തോടു കൂടി നമുക്കൊരു യാത്ര പോവാം. അപ്പോൾ അടുത്തത് എനിക്ക് 41 ടോക്കൺസ് എൻ്റെ കയ്യിലുള്ളൂ. ഇപ്പോൾ ഒരു 22-23 ടോക്കൺസ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 22-23 ടോക്കൺസ് ഫില്ലായി. ബാലൻസ് 41ന്റെ മുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ മേളിൽ ഒരു ക്ഷേത്രത്തിൽ പോയല്ലേ, മഹാദേവന്റെ ശ്രീവാരുപാദം, ഭഗവാൻ നടന്നു വന്ന പാദം, പിന്നെ അത് അങ്ങനെ 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 താഴേക്ക് ഇറങ്ങിപ്പോയി ഭൂമിയിൽ ഭഗവാൻ ആദ്യമായി കാല് കുത്തിയ സ്ഥലം, അങ്ങനെ ഭയങ്കര രസകരമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ ആയിരുന്നു നമ്മൾ പോയത്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പേ കപില തീർത്ഥത്തിലെ കുളി അങ്ങനെ ഭയങ്കര രസകരമായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് നല്ല സന്തോഷത്തോടു കൂടിയുള്ള യാത്രയായിരുന്നു. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വീണ്ടും ബുക്ക് ചെയ്യാം. 41 ടോക്കൺസ്. പിന്നെ നവംബറിലാണ് നമ്മുടെ വൃന്ദാവന യാത്ര വരുന്നത്. അപ്പോൾ നവംബറിൽ നമുക്ക് തിരുപ്പതി യാത്രയില്ല. പിന്നെ നമ്മൾ ഡിസംബറിൽ പോകുന്ന 108 പേരുടെ യാത്രയാണ്. അത് സുപ്രഭാത ദർശനം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. പിന്നെ മോന് ഡെങ്കു ഫീവർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ കോഴിക്കോട് വന്നിരിക്കുകയാണ്. മോൻ ഹോസ്പിറ്റലിലാണ്, മിംസിൽ. അവനെ ഡിസ്ചാർജ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ക്ലാസ് എടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതി. പിന്നെ ക്ലാസ് എടുത്ത് വന്നിട്ട് പിന്നെ ഗീത എടുക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്ലാസ് എടുത്തതിന് ശേഷം പോകാമെന്ന് കരുതിയത്. ഇപ്പോ ബെറ്ററായി വരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലൂടെ. പിന്നെ മറ്റൊരു കാര്യം,
വേറെ എന്തോ ഒന്ന് പറയാൻ വന്നു. നമ്മുടെ തിരുപ്പതിയിലെ ജന്മാഷ്ടമി അന്നദാനം. അപ്പോൾ ഞാൻ അവിടെ കൊടുക്കാം എന്ന് കരുതിയപ്പോഴേക്കും അവരുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു ചെറിയ സജഷൻ കിട്ടി. മതജി, നിങ്ങൾ ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ യൂഷ്വലി എല്ലാവർക്കും കൊടുക്കുന്നതല്ലേ, ഞങ്ങളുടെ ഒരു ചെറിയ റിക്വസ്റ്റ് തിരുപ്പതിയിലേക്ക് നടന്നു വരുന്ന ഭക്തർക്ക് കൊടുക്കാൻ സാധിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് 7th മാറ്റിയിട്ടുണ്ട്. കമ്മിങ് 7th. ഇന്നിപ്പോൾ എന്താ 2ാം തീയതി അല്ലേ? ഇന്ന് 1ാം തീയതിയാണ്. അപ്പോൾ 7ാം തീയതി ഞാൻ തിരിച്ച് തിരുപ്പതി പോവാണ്, ചെന്ന് ലൈവ് ഇടും. അപ്പൊ അതുവരേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭക്ഷണം തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മെസ്സേജ് ഇടുക. 9342494941 മെസ്സേജ് ഇടുക. പിന്നീട് എനിക്ക് തിരുപ്പതി അന്നദാനം കൊടുക്കാൻ പറ്റില്ല. തന്നവരുടെ ലിസ്റ്റൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ശ്രീകണ്ഠൻ പ്രഭു ഉൾപ്പെടെയുള്ള ഒത്തിരി പേരുടെ ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ തരാം. പിന്നെ ഞാൻ ഇവിടെ വന്നത് മോന്റെ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള കാര്യം, മറ്റൊരു വിശേഷാൽ കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നദാനം, നമ്മുടെ ഒരു അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അതിലൊരു അമ്മയുടെ പിറന്നാളാണ് September 4. നമ്മൾ വരും എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ അമ്മ എന്നോടൊരു മിഠായിയാണ് ചോദിച്ചത്. ഒരു മിഠായിയും ഒരു ഓറഞ്ച് സാരിയുമാണ് ചോദിച്ചത്. പക്ഷെ അവിടെ 55ഓളം അമ്മമാരുള്ള സ്ഥിതിക്ക് ഒരാൾക്ക് മാത്രം വസ്ത്രം വാങ്ങിക്കൊടുക്കൽ ശരിയാവില്ല. അപ്പോൾ അവിടെയുള്ള 55 അമ്മമാർക്കും നമുക്ക് വസ്ത്രം കൊടുക്കണം. താല്പര്യമുള്ളവർക്ക് സ്പോൺസർ ചെയ്യാം. നമ്മൾ അവർക്ക് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് 300 രൂപയാണ് ഒരു ഡ്രസ്സിന്. അതായത് നൈറ്റി, സാരി, അങ്ങനെ ഒരു 300 രൂപ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 280, 290 ആ റേഞ്ചിൽ 300 രൂപയുടെ ഇതിൽ നിൽക്കുന്ന നൈറ്റി ആയിരിക്കും. പിന്നെ ഫുഡ് സ്പോൺസർ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. എന്തായാലും ആരോരുമില്ലാത്ത ഒരു അമ്മയുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ബാക്കി അമ്മമാരിങ്ങനെ നോക്കി നിൽക്കരുത്. അപ്പം ആ പിറന്നാൾ അവർക്കുള്ള ഏറ്റവും നല്ല ഒരു മൊമെന്റാക്കി മാറ്റാൻ നമ്മൾ അവർക്ക് പിറന്നാൾ സദ്യയോടൊപ്പം തന്നെ വസ്ത്രവും കൂടി കൊടുക്കുകയാണ്. അതിനേക്കാൾ വലിയ സന്തോഷമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതെ പ്രസവിച്ച മക്കളുടെ പിറന്നാൾ ദിവസവും മനസ്സിൽ എന്താ പറയാ ഓർത്തുകൊണ്ട് ആരും വരാനില്ലാതിരിക്കുന്ന ആ അമ്മമാരെ തേടിക്കൊണ്ട് മഞ്ജരീസ് പോവാണ്. വരുന്ന 4ാം തീയതി വളരെ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ്ങും സ്വീറ്റ്സും സദ്യയും വസ്ത്രമൊക്കെ ആയിട്ട് നമുക്ക് 4ാം തീയതി അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാം. 5ാം തീയതി ഞാൻ തിരിച്ചു പോകും. 5 തിരിച്ചു പോയില്ല. 5 എനിക്ക് നിങ്ങൾക്കുള്ള സാധനങ്ങളുടെ പാക്കിങ്സ് ആണ്. എല്ലാ മറ്റേ ഭഗവത്ഗീത കുറെ ഓർഡേഴ്സ് ഉണ്ടല്ലോ, എല്ലാം പാക്ക് ചെയ്തിട്ട് 6ാം തീയതി ഞാൻ ഇവിടുന്ന് തിരിച്ച് നേരെ തിരുപ്പതിയിലേക്കാണ് പോകുന്നത്. 6ാം തീയതി തിരുപ്പതി കയറി കഴിഞ്ഞാൽ ഞാൻ 7ാം തീയതി രാവിലെ തിരുപ്പതി എത്തി. 7ാം തീയതി നമ്മളുടെ അന്നദാനമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോകും. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതിനുശേഷം നമുക്ക് കിച്ചൂട്ടനെയും രാധാറാണിയുടെയും ഹാരമൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹായിക്കുക, മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഒരു നിമിഷം കൊണ്ട് ഞാൻ പറഞ്ഞു തീർത്തു. എല്ലാവർക്കും മനസ്സിലായോ ആവോ? എന്തൊക്കെയോ ചെറപറ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് പൊന്നു മാതാജി ഒന്ന് സ്പീഡ് കുറച്ച് പറ അല്ലേ. ഇപ്പോ ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു ദിവ്യയോടും വിഷ്ണുവിനോടും ബിന്ദുമ്മയോടും മഞ്ജരീസിൽ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും. ലൈക്ക് ഇവിടെ ഞാൻ ഓടിയെത്തുമ്പോൾ എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതോടുകൂടി തന്നെ ബിന്ദുമ്മയും ദിവ്യൊക്കെ മോന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഫ്ലാറ്റൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അതൊക്കെ അവർ ചെന്ന് ക്ലീൻ ചെയ്തു. ഞാൻ പിന്നെ വന്ന് കുളിച്ച് വേഗം ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നോക്കി. എല്ലാവരോടും മഞ്ജരീസ് കുടുംബത്തിനോട് എന്നെന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനുണ്ട്, എന്നോടൊപ്പം നിങ്ങളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നു. പലരും മെസ്സേജ് ഇടുന്നു, എന്താ സിനിമാ ലോകം ഇങ്ങനെ, എന്താ അവരിങ്ങനെ. ഞാൻ അതിലൊന്നും ആൻസർ പറയാൻ ആളല്ല. കാരണം നമ്മളുടെ സുരക്ഷിതത്വം, നമ്മളുടെ തീരുമാനങ്ങൾ അതെന്നും നമ്മളുടേതായിരിക്കണം. ആരും നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യാൻ റെഡി ആവില്ല അല്ലേ. എന്നോടിപ്പോൾ ഒരാളൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ഞാൻ അതിന് നിൽക്കും. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിന് ഞാൻ അതിന് നിൽക്കില്ല. അപ്പം നമ്മളോട് ആരും എന്തെങ്കിലും ചോദിക്കാനുള്ള അവസരം നമ്മളായിട്ടുണ്ടാക്കുന്നു എന്നുള്ളതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ ഇടപെടുന്ന രീതി പോലെ ഇരിക്കും നമ്മളോട് ഒരാൾ പെരുമാറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതും മറികടന്നൊക്കെ പെരുമാറുമ്പോൾ അതെന്തെങ്കിലും ഒരു മാനസിക വൈകല്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ആ വ്യക്തിയെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. കലിയുഗമാണ്, പലതും സംഭവിക്കും. അതിനോടെല്ലാം ഏത് രീതിയിൽ ബുദ്ധിപൂർവ്വം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ ആ രീതിയിൽ മുന്നോട്ട് പോവുക. എന്നൊക്കെ നമ്മളും കുറച്ച് മനസ്സിലാക്കുക. കുറ്റപ്പെടുത്താനും എന്താ പറയാ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടാനൊക്കെ എളുപ്പമാണ്. സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഹരേ കൃഷ്ണ. പിന്നെ വേറെന്താണ് വിശേഷം? മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ നിങ്ങൾക്കുണ്ടോ? എളുപ്പം വൃന്ദാവന യാത്രയ്ക്ക് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. ദെൻ താങ്ക് യു സുരേഷ് പ്രഭു. ദെൻ തിരുപ്പതി യാത്രയ്ക്ക് ബുക്ക് ചെയ്യാം. പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ ദൈവത്തോർത്തിട്ട് വന്നിട്ട് മാതാജി എനിക്ക് തിരുപ്പതി വരണം, ടോക്കൺ ഉണ്ടോ എന്നൊന്നും ചോദിക്കരുത്. ഓക്കെ രാജലക്ഷ്മി മാതാജി, 41 ടോക്കൺസ് എൻ്റെ കയ്യിലുള്ളൂ. 10-25 ഓൾറെഡി ബുക്ക്ഡായി. ഇനി വളരെ കുറച്ചേ ഉള്ളൂ. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തിരുപ്പതി ടോക്കൺ ആവശ്യമില്ല നമുക്ക് ദർശനത്തിന്. പുതിയ അറിവാണ് കേട്ടോ, അവിടെ ചെന്നപ്പം കിട്ടിയതാണ്.
പിന്നെ 7-ാം തീയതി നമ്മുടെ തിരുപ്പതിയിൽ അന്നദാനമാണ്, ജന്മാഷ്ടമിയോടനുബന്ധിച്ചിട്ട്. എനിക്ക് ആ 2 ദിവസം മുമ്പേ ഇട്ടതുകൊണ്ട് മെസ്സേജസ് മൊത്തം നോക്കാൻ പറ്റാത്തത് കൊണ്ടും കൂടിയാണ് ഞാനത് എക്സ്റ്റെൻഡ് ചെയ്തത്. കൊടുക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മുടെ സുധീച്ചേട്ടൻ്റെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ നമ്മളെല്ലാവരും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കൊടുക്കാൻ പോകാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ടൈം ആയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ഇപ്പോൾ അത് കൊടുക്കണ്ട എന്ന് തോന്നാൻ കാരണം, ഞാൻ വിചാരിച്ചത്ര ഫണ്ട് കളക്ട് ആയിട്ടില്ല. അറൗണ്ട് ഒരു 6,000-7,000 റുപ്പീസേ കളക്ട് ആയിട്ടുള്ളൂ. എനിക്കതൊരു 25 ആക്കിയിട്ട് കൊടുക്കണം. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ അവരുടെ മക്കളുടെ പേരിൽ ഒരു ഡെപ്പോസിറ്റ് പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു യൂസ്ഫുൾ ആവും. നമ്മൾ കൊടുക്കുന്ന എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നമ്മൾ ലൈവ് ഇട്ടിട്ടേ കൊടുക്കാറുള്ളൂ. പിന്നെ അമ്പാടിയുടെ കേസിൽ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ ഞാൻ കുറച്ച് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ബാക്കി മൊത്തം മെസ്സേജ് നോക്കിയതിന് ശേഷം ബാലൻസ് എമൗണ്ട് എന്താണെന്നുള്ളത് അവരെ ചെന്ന് കണ്ട് ലൈവ് ഇട്ട് കൊടുക്കും. പിന്നെ സുനിലേട്ടൻ്റെ വീൽ ചെയറിന്റെ അതും കളക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് യാത്രകൾ വന്നത്. അപ്പം മൊത്തം മെസ്സേജും നോക്കി ഒരാളുടെ പോലും വിട്ടുപോകാതെ നമ്മൾ കാര്യകാരണ സഹിതം അവിടെ എത്തിക്കുന്നതായിരിക്കും. എല്ലാം ലൈവ് ഇട്ട് തന്നെ ചെയ്യും. ഓക്കെ, ഹരേ കൃഷ്ണ. മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യായം 5 ഗീത യഥാരൂപം അധ്യായം 5. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ക്ഷമിക്കണം, മോൻ്റെ ഒരു കോളായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് വിളിച്ചതാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ്. തീർച്ചയായിട്ടും നമുക്ക് സിനിമാ ലോകമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ലോകം, നമ്മുടെ കൃഷ്ണലോകം, ഭഗവാന്റെ ലോകം, അത് മതി. ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. എല്ലാത്തിനും മറുപടി പറയാൻ പോകാനുള്ള സമയം നമ്മുടെ ആരുടെയും ജീവിതത്തിലില്ല. കഴിയുന്നതും ഒന്നിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താതിരിക്കുക. എൻ്റെ ഒരു പോളിസി അതാണ്. പോകുന്നത് പോട്ടെന്നേ, നമ്മൾ എങ്ങനെ ആയിത്തീരണം, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ഓൺ ഡിസിഷൻ. നമ്മളതിന് അതിൻ്റെ പിന്നാലേക്ക് പോകണം. വോട്ടെവർ. അപ്പൊ നമുക്ക് ഭഗവത്ഗീത യഥാരൂപത്തില് ഹരേ കൃഷ്ണച്ച അധ്യായം 6 11-ാമത്തെ ശ്ലോകം എടുക്കാൻ. നമുക്ക് ശുചൗ ദേശേ പ്രതിഷ്ഠാഭ്യ സ്ഥിരമാനസാത്മാന നാത്യുച്ഛൃതം നാഥീ നീചം ചൈലാജിന കുശോത്തരം. എന്തോ ഒരു ശ്ലോകം, എന്തോ നമുക്കതിന്റെ അർത്ഥം നോക്കാം. 11ഉം 12ഉം ശ്ലോകം ഇവിടെ ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. 12-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്രേഖാക്രം മന കൃത്വാ യദചിത്രേന്ദ്രിയാ ക്രിയാ ഉപവിശ്യാസനേ യുജ്ഞോ ധ്യോഖ്യാമാത്മാ വിശുദ്ധയേ എന്ന് പറഞ്ഞാൽ 11ഉം 12ന്റെയും ശ്ലോകം ശുചത് ദേശേ, ശുചിയായ ദേശത്തിൽ. ശുചത് ദേശേ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള സ്ഥലത്ത്. ന അച്യുച്ഛൃതം, അധികം ഉയർന്നതല്ലാത്ത, അതായത് ഒരുപാട് ഉയരത്തിലല്ലാത്ത. ന അതിനീചം എന്ന് പറഞ്ഞാൽ അധികം താഴ്ന്നതുമല്ലാത്ത, അധികം ഉയർച്ചയുമില്ലാത്ത. ചൈലാജിനു കുശോത്തരം, ചേല അല്ലെങ്കിൽ തുണി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് അർത്ഥങ്ങൾ പോകുന്നുണ്ട്. നമുക്ക് അതിന്റെ സുഷമാതാജി വാവ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
അപ്പൊ നമുക്ക് അതിന്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ യോഗയെ കുറിച്ചൊക്കെയാണ് പഠിച്ചത് ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെ. യോഗ പരിശീലനത്തെ കുറിച്ചൊക്കെയായിരുന്നു പഠിച്ചത്. അപ്പൊ യോഗ പരിശീലനത്തിന് ഉദ്ദേശിക്കുന്നത് ആരായാലും ശരി, ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, ഒരു വിജനമായ സ്ഥലത്ത്, അതായത് വളരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു പ്ലേസ്. ഇപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഗാർഡൻസ് ഒക്കെയുള്ള ഫ്ലാറ്റ്സ് ഒക്കെ കാണില്ലേ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ടെറസിന്റെ മുകളിൽ ഒരു ക്ലോസ്ഡ് ആയിരിക്കരുത്. യോഗ ചെയ്യുന്ന പ്ലേസ് ഒരിക്കലും ഒരു ക്ലോസ്ഡ് പ്ലേസ് ആയിരിക്കരുത്. മനസ്സിലായില്ലേ? യോഗ അത്ര നിസാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമേ ഇല്ല. യോഗയിലൂടെ മാത്രമേ നമുക്ക് ഭക്തിയിലേക്ക് എത്താൻ പറ്റൂ. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചല്ലോ. യോഗയിലൂടെ നമുക്ക് ഭക്തിയിലേക്ക് എത്താം. ലാലി മാതാജി സർജറിയുടെ കാര്യം എൻ്റെ മൈൻഡിലുണ്ട്, ഞാൻ വിളിച്ച് ചോദിക്കാം എന്താ സംഭവം എന്നുള്ളത്. അമർ പറഞ്ഞ അഷ്ടഗന്ധം ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ യോഗ പരിശീലിക്കുമ്പോൾ നമ്മൾ അത് വെറും ഒരു വ്യായാമമായിട്ട് കരുതരുത്. കാരണം യോഗയിലൂടെ നമുക്ക് ഭക്തിയിലേക്ക് എത്താൻ പറ്റും. മനസ്സിലായില്ലേ? യോഗ, ധ്യാനം, ഭക്തി, അങ്ങനെ നമുക്ക് എത്താൻ പറ്റും. അപ്പൊ യോഗ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവികമായിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നമ്മൾ നിസാരമായി കാണരുത്. സാധിക്കുന്നവർ എന്ത് ചെയ്യണം? യോഗ പ്രാക്ടീസ് ചെയ്യണം. യോഗ ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒത്തിരി ഉണ്ടോ യോഗ ക്ലാസ്സുകൾ? ട്രൈ ചെയ്ത് നോക്കൂ. ചെറിയ ഫീസിനൊക്കെ യോഗ ഉണ്ട്. പിന്നെ അടുത്ത് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ അടുത്തൊക്കെ യോഗ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ ശ്രമിക്കണം. മൈൻഡ് ഒരുപാട് റിലാക്സ് ആവും. നമ്മുടെ ടെൻഷൻസ് ഒക്കെ കുറെ മാറിക്കിട്ടും. ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് ഒരു സമാധാനം കിട്ടാൻ യോഗയൊക്കെ വളരെ നല്ലതാണ്. ഓക്കെ, സമയം കണ്ടെത്തണം ജീവിതത്തിൽ. അപ്പൊ യോഗ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന ആരായാലും ശരി, അവരൊരു വിജനമായ സ്ഥലത്ത്, അതായത് ഒരു ഓപ്പൺ പ്ലേസിൽ പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ചിട്ട് എന്നാണ് പറയുന്നത്. നമുക്കിപ്പോ കുശപ്പുല്ല് വിരിക്കുക എന്ന് പറയുന്നത് ഒരു നടക്കുന്ന കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. യോഗ മാറ്റൊക്കെ അവൈലബിൾ ആണ്. ധ്യാന യോഗമാണ്. അതെ, എക്സാക്ട്ലി. അപ്പം കുശപ്പുല്ല് എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ ആധികാരികമായിരിക്കുന്ന ഓതന്റിക് ആയിരിക്കുന്ന കാര്യം. പക്ഷെ നമുക്ക് അതിപ്പം നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ യോഗ മാറ്റ് തന്നെ വാങ്ങിക്കാൻ കിട്ടും. യോഗ മാറ്റൊക്കെ വെച്ചിട്ട് അതിന്റെ മീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നമുക്ക് പറ്റാത്ത കാര്യമാണ്. പറ്റുന്ന കാര്യമല്ലേ ചെയ്യാൻ പറ്റൂ. ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആവരുതെന്നാണ് പറയുന്നത്. ഉയർന്ന സ്ഥലത്തിരുന്നിട്ട് യോഗ ചെയ്യരുത്, താഴെ ഇരുന്നിട്ടും യോഗ ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഹൈറ്റ് ആയിട്ടുള്ള ചെറിയൊരു സ്മോൾ ഹൈറ്റ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ശങ്കരനാരായണൻ അച്ഛനൊക്കെ യോഗയുടെ മെയിൻ ആളാണ്. ഒരു രക്ഷയില്ല. അദ്ദേഹം യോഗ അങ്ങോട്ടേക്ക് അതിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം പരസ്പരം വിശുദ്ധമായിരിക്കണം എന്നാണ്, പരിസരം വിശുദ്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. പരിസരം വിശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭയങ്കര സൗണ്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഇരിക്കുക, അല്ലെങ്കിൽ അപ്പുറത്ത് പാട്ട് ഇപ്പുറത്ത് മറ്റേ ബഹളം മറിച്ചേ ബഹളം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇരിക്കരുത്. നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം സൈലന്റ് ആയിരിക്കണം. വളരെ സൈലൻസ് എന്ന് പറഞ്ഞാൽ വളരെ സൈലൻസ്. ഞാൻ ഈ അടുത്ത് അങ്ങനെ ഒരു സൈലൻസ് പ്ലേസ് ഞാൻ കണ്ടത് നമ്മുടെ എവിടെയായിരുന്നു, പക്ഷെ അത്രയ്ക്ക് അങ്ങ് പോരാട്ടോ. എനിക്ക് ചിലപ്പോൾ അത് എന്താ പറയാ, കട്ടിയുള്ള തുണിയായാലും മതി. അതെ, നമ്മുടെ ഇവിടെ ഇല്ലേ കന്യാകുമാരിയില് പാറയുടെ അവിടെ ഒരു നടുക്കൊരു വിവേകാനന്ദ സ്വാമിയുടെ ഒരു ഇതുണ്ടല്ലോ, പാറയുണ്ടല്ലോ, വിവേകാനന്ദ പാറ. അപ്പം ഘടക യോഗ ചെയ്യുന്നതിന് യോഗ മാറ്റ് മതി. സൂപ്പർ. എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പം താങ്ക് യു ശ്രീകണ്ഠൻ പ്രഭു, ശ്രീജിത്ത് പ്രഭു, സുജിത് പ്രഭു, താങ്ക് യു സോ മച്ച്. രണ്ടുപേരും അതേക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന നോളജസ് ഒക്കെ നിങ്ങൾ ഇതിലേക്ക് ഇട്ടോളൂ, കമന്റ്സ് ആയിട്ട് ഇട്ടോളൂ. കാരണം അത് മറ്റുള്ളവർക്കും അറിയില്ല. എല്ലാം തികഞ്ഞവരാരും ഇല്ല, നമ്മൾ പരസ്പരം പഠിക്കുകയല്ലേ. അപ്പൊ ഇട്ടോളൂ. ഘടയോഗ ചെയ്യുന്നതിന് യോഗ മാറ്റ് മതി. ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പുറത്തു വെച്ചോളൂ. അപ്പോ നമ്മള് അവിടെ ഇതുപോലെ ഒരു ധ്യാനിക്കാൻ പറ്റിയ ഒരു ഹാളാണ്. പക്ഷെ ഒരുപാട് പേര് കയറുന്നത് കാരണം ഭയങ്കര സൗണ്ടാണ്. അത് നമുക്കൊരു ഇറിറ്റേഷൻ ആയി തോന്നി. അതർവൈസ് അത് നല്ല സ്പേസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കാൻ. ശരിക്കും നമ്മളുടെ വീടുകളിൽ തന്നെ ഒരു റൂം നമ്മൾ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ തന്നെ വളരെ നന്നായിരിക്കും. ഒരു റൂം സൈലന്റ് ആയിട്ട്, ആ റൂമിന് ഒരു ബാൽക്കണിയൊക്കെ വെച്ച് പുറത്തേക്ക് തുറക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നല്ല മനോഹരമായിരിക്കും. എല്ലാത്തിനുള്ള സൗകര്യം ഇല്ല, ഇപ്പൊ വീട് തന്നെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയണം, അങ്ങനെയൊക്കെ ഒരു സാഹചര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യൂ. അത് കുറെ നല്ല കാര്യങ്ങളായിരിക്കും. പിന്നെ വീടിന്റെ മുകളിൽ ടെറസിലൊക്കെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. പക്ഷെ അവിടെ ഇങ്ങനെ കുറെ തുണിയൊക്കെ ഇട്ട് ആ തുണീൻ്റെ ഇടയ്ക്ക് പോയിരുന്ന് യോഗ ചെയ്യാന്നൊന്നും പറയുന്നത് അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. യോഗ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു സ്പിരിച്വൽ മൈൻഡ്, അല്ലെങ്കിൽ നമ്മളുടെ ആധ്യാത്മിക വശം കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കുക. നമ്മുടെ ഏകാഗ്രത, കോൺസെൻട്രേഷൻ, അത് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. നമ്മളുടെ മൈൻഡ് വളരെ കാം ആൻഡ് കൂൾ ആക്കുക. അതൊക്കെയാണ് യോഗ കൊണ്ട് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലാതെ ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നൊരു മനസ്ഥിതിയോടുകൂടി യോഗയിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ യോഗ ചെയ്ത് നമ്മുടെ മൈൻഡിനെ ഫ്ലെക്സിബിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാൻ എളുപ്പമാണ്.
അപ്പൊ ചോദിക്കും മാതാജി പ്രശ്നങ്ങൾ വരാതെ നോക്കിയാൽ പോരുന്നുണ്ട്. കലിയുഗമായതുകൊണ്ട് വരും, വരാതിരിക്കില്ല, എല്ലാവർക്കും വരും. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് യോഗി ഈ ആസനത്തിൽ ഉറച്ചിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തനായി ആത്മശുദ്ധീകരണത്തിന് വേണ്ടി യോഗം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. യോഗ ചെയ്യുന്ന വ്യക്തി ആരാണോ ആദ്യം എടുത്ത് മാറ്റേണ്ടത് മൊബൈലാണ്. യോഗ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ആദ്യം തന്റെ മൊബൈൽ എടുത്ത് സൈലന്റ് ഇടോ, സ്വിച്ച് ഓഫ് ചെയ്യോ, മാറ്റി വെക്കുകയോ ചെയ്യുക. സമസ്ത കാര്യങ്ങളിൽ നിന്നും പുറത്തു വരിക. പല പ്രശ്നങ്ങളുണ്ടാവും. ഹോസ്പിറ്റൽ കേസ്, ലോൺ അടയ്ക്കാനുള്ളത്, ജോലിയുടെ പ്രശ്നങ്ങൾ, വീട്ടിലെ സാധനങ്ങൾ തീർന്നത്, മക്കളുടെ ടെൻഷൻസ്, ഭർത്താവിന്റെ ടെൻഷൻസ്, അനവധി ടെൻഷൻസ് നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളുണ്ടെങ്കിലേ ഈ ടെൻഷൻസ് ഒക്കെ ഫേസ് ചെയ്യാൻ പറ്റും. അത് ആദ്യം ചിന്തിക്കുക. നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ആരോഗ്യമുള്ള ഒരു മനസ്സോടു കൂടി ആരോഗ്യത്തോടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ അനാഥരായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആദ്യം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ആദ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട്, മാതാജി ഞാനും DSN കഴിഞ്ഞതാണ്, യോഗ ലെവലാണ്. എനിക്ക് മനസ്സിലായില്ല വാസന്തി മാതാജി ഇട്ടത്. അപ്പോ നമ്മുടെ എന്താ പറയാ, ആരോഗ്യമുള്ള ഒരു മനസ്സിന് ആദ്യം ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിയാക്ഷൻസ്, എടുത്തടിച്ചിട്ടുള്ള നമ്മുടെ റിയാക്ഷൻസ് ഒന്ന് അവോയ്ഡ് ചെയ്താൽ മതി. കുറച്ച് പീസ്ഫുൾ ആയിട്ടിരിക്കുക നമ്മൾ. മനസ്സിലായില്ലേ? ഭയങ്കര ടെൻഷൻസ് ഉണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ അത് എന്താ പറയാ, നമ്മൾ അതിനെ സോൾവ് ചെയ്യാം എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ എടുത്തടിച്ച് റിയാക്ട് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല. അങ്ങനെ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്, അപ്പൊ ചെയ്യാം. എല്ലാത്തിനും ചെയ്യാൻ നിൽക്കരുത്. കുറെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത്, ഓക്കെ ഇങ്ങനെയൊക്കെ ആയി ലൈഫിൽ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്തത് എന്ത് ചെയ്യാം. ഒരു കുഴിയിൽ നമ്മൾ വീണാൽ കുഴിയിൽ തന്നെ അയ്യോ ഞാൻ കുഴിയിൽ വീണു, ഇനി ഞാൻ ഇവിടെ തന്നെ അങ്ങ് കാലം കഴിച്ചു കൂട്ടാന്ന് ആരും ചിന്തിക്കില്ല, അല്ലെ? 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ തോറ്റു കഴിഞ്ഞാൽ പിന്നെ മതി, ഇനിയിപ്പം പഠിച്ചിട്ടൊന്നും വലിയ പ്രയോജനമില്ല എന്നാരേലും ചിന്തിക്കും? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് പ്രശ്നം ലൈഫിൽ വന്നാലും ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള അടുത്ത മാർഗം നോക്കുക. അല്ലാതെ നമ്മൾ അതിൽ ഫെഡപ്പായി അതിൽ കിടന്ന് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾക്കൊരു പോസിറ്റീവ് റിവേർട്ടിലേക്ക് വരാൻ നമ്മുടെ മൈൻഡിനെ സഹായിക്കുന്ന ഒരു പ്രമുഖമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് യോഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അല്ലാതെ യോഗ ഒരു എന്തല്ല, ബോഡി ഷേപ്പ് നിലനിർത്താനുള്ള ഒരു വ്യായാമം മാത്രമായി കാണരുത്. യോഗയുടെ പല ആസനങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മളുടെ ബോഡി ഫ്ലെക്സിബിൾ ആകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ നമ്മൾ ധ്യാനവും ഭക്തിയുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. ആലോചിച്ച് നോക്കൂ, ഭഗവത്ഗീതയിൽ തന്നെ യോഗയെ കുറിച്ച് ഇത്രയും നന്നായി വിവരിക്കുന്നുണ്ട്. അപ്പൊ യോഗയുടെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിലായില്ലേ? വിശുദ്ധ പരിസരം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ഇതിൽ. വിശുദ്ധ പരിസരം എന്ന് പറഞ്ഞല്ലോ, അത് തീർത്ഥാടന കേന്ദ്രങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. മോസ്റ്റ്ലി അത് തീർത്ഥാടന കേന്ദ്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഭാരതത്തിൽ യോഗികളും അതീന്ദ്രിയ ജ്ഞാനികളും ഭക്തരും എല്ലാം വീട് വിട്ടിട്ട്, ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഭാരതത്തിൽ നിന്ന് വീടും ബന്ധങ്ങളും എല്ലാം കളഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നു? പ്രയാഗ, മധുര, വൃന്ദാവനം, ഋഷികേശം, പിന്നെ ഹരിദ്വാർ, അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളിൽ പോയി താമസിച്ചിട്ടോ എന്താ ചെയ്യുന്നത്? ഗംഗയും യമുനയും പോലെയുള്ള നദികളുടെ തീരത്ത് ഇങ്ങനെ ഏകാന്തമായിരിക്കുന്ന ഒരു മനസ്ഥിതിയോടുകൂടി യോഗ അഭ്യാസങ്ങളൊക്കെ സ്ഥിരമായി ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ എന്തിനാന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന്റെ കുറേ റിലാക്സ് ആയിട്ട്, എന്താ പറയുക, ലൈഫ് വെറുത്തിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പോകുന്നത്. മതി, ഇനി ഇങ്ങനെ അധ്വാനിച്ച് ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ഇനി കുറച്ചു കാലം പ്രിയ മാതാജി, കുറച്ചു കാലം നമ്മൾ ഭഗവാനോട് അടുത്ത് ജീവിക്കാം എന്ന് ജീവിതത്തിന്റെ അവസാന നിമിഷം തോന്നുമ്പോഴാണ് ഈ ഒരു ഒളിച്ചോട്ടം തന്നെ പറയണം എനിക്കതിന്. മനസ്സിലായില്ല? അല്ലാതെ നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം സെറ്റിൽ ചെയ്തിട്ട് പോകും. ഇനി സെറ്റിൽ ചെയ്യാൻ നിന്നാലും ഒരു തലേന്ന് തീരുമ്പോൾ മറ്റേ തലയിൽ തുടങ്ങിക്കൊണ്ടിരിക്കും, അത് വേറെ കാര്യം. എങ്കിൽ കൂടിയും ഭാരതത്തിൽ നിന്ന് ഒരുപാട് പേര് എവിടെ പോകുന്നു? നമ്മുടെ പ്രയാഗ, മധുര, വൃന്ദാവനം, ഋഷികേശ്, ഹരിദ്വാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഗംഗയുടെയും കുറവുണ്ട് മാതാജി, ഗംഗയുടെയും യമുനയുടെയും തീരത്തൊക്കെ പോയിരുന്നിട്ട് യോഗാഭ്യാസം ചെയ്യുകയും, പലപ്പോഴും ഇത് സാധിച്ചെന്ന് വരൂല, കോൺസെൻട്രേഷൻ എപ്പോഴും കിട്ടിക്കോണമെന്നില്ല, എങ്കിലും പലരും അതിന് ശ്രമിക്കുമ്പോൾ പലർക്കും അത് കിട്ടും. മനസ്സിലായില്ലേ? ഘടയോഗയിലൂടെ ശരീരത്തിനെയും ജ്ഞാനയോഗത്തിലൂടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ധ്യാനയോഗത്തിലേക്ക് കടക്കാം. എക്സാക്ട്ലി, ഘടയോഗയിലൂടെ ശരീരത്തിനെ നിയന്ത്രിക്കാം, ജ്ഞാനയോഗത്തിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം. അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താം? ധ്യാനയോഗത്തിലേക്ക് എത്തുന്ന പറഞ്ഞത്. ജ്ഞാനയോഗത്തിലൂടെ നമുക്ക് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റും, ഘടയോഗയിലൂടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധ്യാനയോഗയിലേക്ക് കടക്കാം എന്നാണ് പറയുന്നത്. നല്ല അറിവാണ്. താങ്ക് യു സോ മച്ച് പ്രഭു.
അപ്പം ധ്യാനമാണ് നമ്മളുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ധ്യാനത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഈ 3 കാര്യങ്ങളെയാണ് നിയന്ത്രിക്കേണ്ടത്. ഘടയോഗയിലൂടെയും ജ്ഞാനയോഗയിലൂടെയും ഇത് രണ്ടും ശ്രദ്ധിക്കുമെന്നാണ് അവിടെ നമ്മുടെ ശ്രീകണ്ഠൻ പ്രഭു പറയുന്നത്. ഒപ്പം നമ്മൾ ധ്യാന യോഗയിലേക്ക് കടക്കാൻ, ധ്യാനത്തിലേക്ക് നമ്മൾ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ക്ലിയർ? ഇനി എന്താ പറയുന്നത്? പാശ്ചാത്യർക്ക്, അതായത് വിദേശികൾക്ക് പലപ്പോഴും യോഗ കുറവുണ്ട് മാതാജി. യോഗ എന്താ പറയാ, അവർക്ക് വലിയ ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പൊ അതില് വൻ നഗരങ്ങളിൽ രൂപം കൊള്ളുന്ന യോഗ സംഘടനകൾ ഭൗതികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചേക്കാമെങ്കിലും ശരിയായ യോഗ പരിശീലനത്തിന് അത് സപ്പോർട്ടല്ല. ഒരുപാട് നമ്മുടെ ഈ ചെന്നൈ പോലെയുള്ള സിറ്റിയിലൊക്കെ യോഗ ക്ലാസ്സുകൾ എന്ന് പറയും. യോഗ ചെയ്താൽ ശരീരം അങ്ങനെയാവും ഇങ്ങനെയാവും, അസുഖം മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ യോഗയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സും ശരീരവും നമ്മുടെ ഇന്ദ്രിയങ്ങളും ഒരുപോലെ കണക്റ്റ് ആവുകയാണ്. മനസ്സിലായില്ലേ? എല്ലാം കണക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സൊരു സമാധാനം ഇല്ലെങ്കിൽ സമയം വേസ്റ്റ് ആണ്, അല്ലെ? എല്ലാം ശരിയായിട്ട് നമ്മുടെ മനസ്സൊന്നും ശരിയായിട്ടില്ലെങ്കിൽ പോയി. അതേസമയം എല്ലാം ശരിയാണ്, മനസ്സും ശരിയാണ്, എല്ലാം ശരിയാണ്, പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങനെ രുചികരമായ ഭക്ഷണം കഴിക്കണം എന്നൊരു ആഗ്രഹം, ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലെങ്കിൽ പിന്നെ അതും പോയി. യോഗ ഒക്കെ ചെയ്യുന്ന ആളാണ്, നേരെ പിടിച്ചിട്ട് ഒരാളോട് അങ്ങോട്ടേക്ക് താൻ ആരോടോ സംസാരിക്കാൻ, താൻ എന്തോ കരീതിയും ചോദിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ അവർക്ക് എന്തില്ല? ഇന്ദ്രിയ നിയന്ത്രണമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഒരുപോലെ നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് യോഗ കൊണ്ട് ഒരു ഫലപ്രാപ്തിയുള്ളൂ. ആ ഫലപ്രാപ്തിയിലൂടെ നമുക്ക് ധ്യാനത്തിലേക്ക് എത്താൻ പറ്റൂ. ധ്യാനത്തിലൂടെ നമുക്ക് എവിടെ എത്താൻ പറ്റൂ? ഭക്തിയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇത് പലപ്പോഴും സിറ്റികളിലൊക്കെയുള്ള എന്താ പറയാ സ്ഥലങ്ങളില് യോഗ ക്ലാസ്സുകളിൽ പോയി കിട്ടില്ല. അതൊരു എക്സസൈസ് പോലെ അങ്ങ് തീരുമെന്നല്ലാതെ നമുക്കൊരു ഏകാഗ്രത കിട്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആത്മനിയന്ത്രണമോ മനസ്വസ്ഥതയോ ഇല്ലാത്തവർക്ക് ധ്യാനം ശീലിക്കാനാവില്ല. നമ്മൾക്ക് ആത്മനിയന്ത്രണം വേണം. ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് വയലൻസ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. നമുക്ക് സൈലൻസ് മതി. നമ്മൾ വയലന്റ് ആയിട്ടൊരു തീരുമാനം എടുക്കരുതെന്ന് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. വൈകാരികമായിട്ടല്ല നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അത് എന്ത് തന്നെയായാലും വിവേകപരമായി തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. വിവേകപരമായി എടുക്കുന്ന തീരുമാനങ്ങൾക്കേ നമുക്ക് എന്തുള്ളൂ? അടിത്തറയുള്ളൂ. വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അടിത്തറയില്ല. ഓക്കെ. പിന്നെ പറയുന്നു, അതുകൊണ്ടാണ് കലിയുഗത്തിലെ മനുഷ്യര് പൊതുവെ അല്പായുസുകളായി പോകുന്നത്. എത്ര ചെറിയ ആൾക്കാരാണ് മരിക്കുന്നത്, അല്ലെ? ആത്മീയ ബോധം കുറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കലിയുഗത്തിലെ ആൾക്കാർക്ക്. അതും നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താ പറയുന്നത്? വിവിധ ക്ലേശങ്ങളാൽ അസ്വസ്ഥരായി കാണപ്പെടുന്നതെന്ന് ബൃഹത് നാരദീയ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. കലിയുഗത്തിലെ മനുഷ്യരെ കുറിച്ച് ബൃഹത് നാരദീയ പുരാണത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആത്മനിയന്ത്രണമില്ല. അപ്പൊ ഇങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണമില്ല, നമുക്ക് ശരീര നിയന്ത്രണങ്ങളില്ല, നമുക്ക് അതുപോലെ മാനസിക നിയന്ത്രണം, ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഒരു ബലൂൺ എടുത്തിട്ട് ആ ബലൂണിന് കൊള്ളാവുന്ന എയറെ അതിൽ ഊതി കയറ്റാൻ പറ്റും, അല്ലെ? ഇത് ഓവർ എയർ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ബലൂൺ അങ്ങ് പൊട്ടിത്തെറിക്കും. അതേപോലെയാണ് കലിയുഗത്തിലെ മനുഷ്യര്. പറ്റാത്ത ഭാരങ്ങളെല്ലാം കൂടി എടുത്ത് തലയിൽ വെച്ച് നമ്മളങ്ങ് വയലന്റിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് അങ്ങ് പോവാണ്. അതുകൊണ്ട് എന്താ നേട്ടം? ഒന്നും നടക്കില്ല, എല്ലാം അങ്ങ് തകർന്നു പോകും. അപ്പൊ അതിലും ഭേദം നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും ഒക്കെ ഒന്ന് നന്നായി കൺട്രോൾ ചെയ്തിട്ട് നമ്മളായിട്ട് തന്നെ ഒന്ന് ചിന്തിച്ച് സമാധാനത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. ദൈവത്തോർത്തിട്ട് എനിക്ക് മഞ്ചരീസിലുള്ള ഒരാളും വയലൻസിലേക്ക് പോകരുത്. എന്ത് പ്രശ്നം വന്നാലും വയലൻസിൽ പോകരുത്. ഇതെന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. മാക്സിമം ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക, സമാധാനത്തോടെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. എന്തുണ്ടെങ്കിലും ഓക്കെ, ഇതിപ്പം നടന്നില്ല, അത് ഭഗവാന്റെ തീരുമാനമായിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ അത് നടക്കും എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. വയലൻസ് വേണ്ടേ വേണ്ട, എനിക്ക് ഇഷ്ടമേ അല്ല വയലൻസ്. ഞാനും മുൻപ് അങ്ങനെയൊക്കെ ആയിരുന്നില്ല എന്നൊന്നും പറയുന്നില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് വയലൻസ്. വയലന്റ് ആയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതിനോട് എനിക്ക് താല്പര്യമേ ഇല്ല. ചില ആൾക്കാരുണ്ട്, എന്താ പറയാ, ഒരു ഭഗവത്ഗീത അയച്ചു തരുമെന്ന് വെച്ചാൽ ഒന്ന് ലേറ്റായി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വയലന്റ് ആണ്. അയ്യോ, അങ്ങനെയൊക്കെ വയലന്റ് ആയിട്ട് ഈ ഭഗവത്ഗീത വാങ്ങിച്ചിട്ട് എന്താ കാര്യം എന്ന് ഞാനും ചിന്തിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും പരസ്പരം മറ്റുള്ളവരുടെ അവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ വെറുതെ അല്ല നിങ്ങൾക്ക് രാവിലെ മഞ്ചരീസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഓരോ കോട്സ് ഇട്ടിരുന്നത്. അത് വെറുതെ വായിച്ചു പോവും ചെയ്യരുത്.
ശരിക്കും നമ്മൾ വായിക്കണം. ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും വായിക്കണം. എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്ന് ഞാൻ ക്ലാസ്സിൽ ഇട്ടിട്ടില്ലേ, ചെടി എന്ന് പറയുമ്പോൾ അതൊരു ഡിപ്പെൻഡഡ് ആണ്. ആ ഒരാൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന് ഡിപ്പെൻഡഡ് ആണ്. വെള്ളം തേടി നടന്നു പോകുന്ന വേരുകളുള്ള വൃക്ഷമേ വൻ വൃക്ഷമാകൂ. അത് മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾക്കറിയാവുന്ന തൊഴിലുകൾ നമ്മൾ ചെയ്യുക. ഡിപ്പെൻസ് നമ്മൾ ഒഴിവാക്കുക. ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നാൽ അതിനേ സമയം കാണും. എനിക്ക് എപ്പോഴും എൻ്റെ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അച്ഛൻ എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് അച്ഛനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് പ്രായമായി വരികയാണ്. എന്നോടൊപ്പം അദ്ദേഹത്തിന് ഓടാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ സ്വയം പോകാൻ ശ്രമിക്കുക. സുരക്ഷിതത്വം ഒക്കെ അതെല്ലാം ശരിയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും കഴിയുന്നതും ചില വീടുകളിൽ കണ്ടില്ലേ, അമ്മമാര് വയ്യാതായി കിടന്ന് അന്ന് ആ വീട് പട്ടിണിയാണ്, പിന്നെ പുറത്തുനിന്നാണ് ഭക്ഷണം. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വീട്ടിലുള്ളവരെല്ലാവരും കുക്കിംഗ് പഠിക്കുക. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവരും കുക്കിംഗ് പഠിച്ച് നമ്മൾ അങ്ങനെ ഒരു ഡിപ്പെൻസ് ഇല്ലാതെ പരസ്പരം താങ്ങും തണലുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഇതെല്ലാം കുറഞ്ഞത് കൊണ്ടാണ് ഈ കലിയുഗത്തിൽ നേരത്തെയുള്ള മരണം സംഭവിക്കുന്നത്, ആത്മീയ ബോധമില്ലാത്ത ആളുകൾ ജനിക്കുന്നത്, അതുപോലെ ക്ലേശങ്ങളായിട്ട് ഇങ്ങനെ ഒരുപാട് വേദനയോടുകൂടി ദുരിതത്തോടുകൂടി ഇങ്ങനെ കാണേണ്ടി വരുന്നത്. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ നമ്മുടെ ഈ ഒരു കലിയുഗത്തിൽ നടക്കുന്നു എന്ന് യുഗങ്ങൾക്ക് മുൻപേ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ബൃഹത് നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ആത്മാവബോധമുള്ള എന്താ പറയുക, ആത്മാവബോധത്തിനുള്ള അത്യുത്തമമായിരിക്കുന്ന ഉപായം എന്ന് പറയുന്നത് ഭഗവത് നാമോച്ചാരണമാണെന്ന വസ്തുതയും ബൃഹത് നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയണം എന്താണ് നല്ല ഒരു വഴി, നമ്മളുടെ മൈൻഡും എല്ലാം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത് നാമോച്ചാരണം തന്നെയാണ്. ആ ഭഗവത് നാമോച്ചാരണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതർവൈസ് നമുക്ക് പിടിച്ചു നിൽക്കാനേ പറ്റില്ല. രാവിലെയും വൈകിട്ടും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വിളക്ക് വെച്ചിട്ട് നാമം ചൊല്ലിട്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് നമ്മൾ പറയരുത്. ആ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും നമ്മൾ നിൽക്കുന്നുണ്ട്. അതില്ലാത്തവരാണ് സൂയിസൈഡ് ചെയ്തു പോകുന്നത്. മനസ്സിലായില്ലേ? ആ പ്രശ്നങ്ങൾ എന്ത് തന്നെ വന്നാലും നമ്മൾ അത് പിടിച്ചു നിൽക്കുന്നുണ്ട്, അത് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, മറികടക്കുന്നുമുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് പറയരുത്, നമ്മൾക്ക് ഭഗവാനിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊരു ആൻസർ പറയരുത്. കിട്ടുന്നുണ്ട്, കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തിരുപ്പതിയിൽ നിൽക്കുമ്പോൾ മോന് പനിയായിട്ട്, ഞാനാണെങ്കിൽ തിരുപ്പതിയിൽ എനിക്ക് അത്രയും പേരെ അവിടെ ഇട്ടിട്ട് വരാനും പറ്റത്തില്ല, മോനെ പിക്ക് ചെയ്യാൻ ഒരു നിവൃത്തിയും ഇല്ല. ആകെ ഇരിക്കുമ്പം ആലോചിച്ച് നോക്കണം, കേരളത്തിൽ ഒരിക്കൽ പോലും വരാത്ത ആസാം കുട്ടികളാണ് സഞ്ജുവിനെ കോഴിക്കോട് എത്തിക്കുന്നത്. അവർക്ക് ഭാഷ അറിയില്ല, അവർക്ക് സ്ഥലം അറിയില്ല. ആസാമിലുള്ള അവന്റെ റൂംമേറ്റ്സ് അവരാണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ നമ്മളെ ഒരു പ്രയാസത്തിൽ നിൽക്കുമ്പോ ഈശ്വരൻ ഏത് രൂപത്തിലും നമ്മുടെ മുമ്പിൽ എത്തും. അത് നമ്മൾ ചിന്തിക്കണം. ഏത് രൂപത്തിലും എത്തും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആലോചിക്കണം, എന്താ പറയാ, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് നമ്മൾ കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ട്. ഇത് എത്ര വലിയ കാര്യമാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് കേരളത്തിൽ വരാൻ അറിയോ? കുഴപ്പമില്ല ആന്റി, ഞങ്ങൾ അത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് മക്കൾ അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു, മക്കളെ GPay അല്ല ആന്റി, ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഓക്കെയാണ് ആന്റി, അവിടെ കാര്യങ്ങൾ ചെയ്യും, ഞങ്ങൾ കാലിക്കറ്റ് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ സഞ്ജുവിന്റെ പപ്പയും ഇവിടെ ഇല്ല. അങ്ങനെ അവരിവിടെ എത്തുകയാണ്. കാലിക്കറ്റ് എത്തി, നേരെ ഓട്ടോ പിടിച്ച് ഓട്ടോയിൽ അഡ്രസ്സ് സഞ്ജുവിനെ കൊണ്ട് എഴുതി വാങ്ങി അവരെന്റെ വീടുമായി കോണ്ടാക്ട് ചെയ്ത് വീട്ടിൽ നിന്ന് അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. സോ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടെ എന്ത് നന്മ ചെയ്താൽ അതിന്റെ റിട്ടേൺസ് കിട്ടും. ഇന്ന് 3rd ഡേ, ഇന്നാണ് ഞാൻ കോഴിക്കോട് എത്തുന്നത്. അപ്പോഴേക്കും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരുവിധം ഓക്കെ ആയി, കുട്ടികൾ തിരിച്ചു പോയി, അവനും കൂടിയുള്ള നോട്ട്സ് അവര് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നു നോക്കൂ. എന്നിട്ട് ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴും അവർ പെർമിഷൻ എടുത്തിട്ട് ക്ലാസ് വീഡിയോ കോൾ ആയിട്ട് അവർ ഇട്ട് കൊടുക്കുകയാണ്. വീഡിയോ കോളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഹോസ്പിറ്റലിൽ കിടന്നിട്ട്. അപ്പൊ എത്ര 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 ഫ്ലെക്സിബിൾ ആണ്. ആ കുട്ടികൾ ആരാന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് വേറൊരു വാസ്തവം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ വലിയ വസ്തുതകളുണ്ട്. എന്താണെന്നറിയോ? പരസ്പരം താങ്ങും തണലുമാവാൻ ഒരിക്കലും ജാതിയോ മതോ എന്താ പറയാ ഒന്നും, പ്രായം പോലും നമുക്ക് അതിനൊരു ഇതല്ല എന്നുള്ള കാര്യമാണ്. മനസ്സിലാവും? പ്രായം പോലും അതിനൊരു മാനദണ്ഡമല്ല. ആരെ എപ്പോൾ എങ്ങനെ സഹായിക്കുമെന്ന് അറിയില്ല. ഒരു മദർ എന്ന നിലയ്ക്ക് എൻ്റെ കുട്ടിക്ക് ഡെങ്കു കൺഫേം ചെയ്യുമ്പോൾ ഞാൻ വേറൊരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കും. ഏതൊരു അമ്മമാരാണെങ്കിലും അപ്പം അവിടെ നിന്ന് ഓടി ഇങ്ങോട്ടെത്താൻ ശ്രമിക്കും. പക്ഷെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന 35 പേര് വേറെയുണ്ട്. എനിക്ക് അവരെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. അപ്പോഴേക്കും ഭഗവാൻ, നീ ആ കാര്യങ്ങൾ നോക്കൂ, ഞാനിവിടെ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത്. ഇതാണ് ഭഗവാൻ. ഈ ഫീലിങ്സിനെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഭഗവാൻ എന്ന് പറയുന്നത് നേരെ ഗോലോകത്ത് നോടക്കുഴലും പിടിച്ച് താഴെ വന്നിട്ട് എന്താ അഭിലാഷ് തമ്പി, നിനക്ക് സുഖല്ലേ, നീ കഴിച്ചില്ലേ, വരൂ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല അദ്ദേഹം. നമ്മുടെ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ ഇടപെടുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. അതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ കലിയുഗത്തിൽ നമുക്ക് എന്ത് ചെയ്യണം?
എങ്ങനെയായാലും ഈ കലിയുഗത്തില് നമ്മള് ഭഗവാന്റെ നാമം അത് നമ്മൾ കൈവിടരുത്. ആ നാമം എത്രത്തോളം നമ്മൾ എന്താ പറയാ മുറുകെ പിടിക്കുന്നു അത്രത്തോളം നമുക്ക് ഏതൊക്കെ വഴിക്ക് നമുക്ക് ആശ്വാസം പകരുമെന്ന് അറിയില്ല, ഏതൊക്കെ രീതിയിൽ നമുക്ക് സമാധാനം തരുമെന്ന് അറിയില്ല. ഭഗവാൻ എന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ എന്ന് പറയാൻ പോലും നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചിട്ടില്ല, നമ്മൾ അവസാനിച്ചിട്ടില്ല, നമ്മൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നു ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ മൈഘവ കേവലം കൗലാ നാസ്തവ്യ സാ നാസ്തേവ്യ നാസ്തേവ്യ ഗതിനദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹത്തിന്റെയും കാപഡ്യത്തിന്റെയും ഇക്കാലത്ത് കലിയുഗത്തിൽ മൊത്തത്തിൽ എന്താ ഉള്ളത്? കലഹമാണ്, കാപഡ്യമാണ്. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം എന്നാണ് പറയുന്നത്. കൗലേ നാസ്തേവ്യ 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 ഗതിനദ്യ എന്നാ പറയുന്നത്. അതായത് ഈ കലിയുഗത്തിൽ നമ്മൾ കാണുന്നത് മുഴുവൻ എന്താണ്? എപ്പോഴും കപടവും കലഹവും തന്നെയാണ്. ഈ കാലത്ത് ഹരിയുടെ നാമോച്ചാരണം സാക്ഷാൽ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ നാമം ആരൊക്കെയാണോ ജപിക്കുന്നത് അവർക്ക് മാത്രമാണ് മോക്ഷം എന്നാണ് പറയുന്നത്. അവർക്ക് മാത്രമേ മോക്ഷമുള്ളൂ എന്ന് ബൃഹത് നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ട്. അത് നമ്മുടെ സാക്ഷാൽ ഗീതയിലും പറയുന്നുണ്ട്. മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയില്ല. അതാണ് പറയുന്നത് കൗലൗ നാസ്തേവ്യ 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 ഗതിരന്യഥ. വേറൊരു വഴിയും തന്നെ ഇല്ല. ഹരിയുടെ നാമം ജപിക്കുക, അത് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി എന്ന് പറയുന്നു. ഇനി 13ഉം 14ഉം ശ്ലോകം ഗീതയിൽ ഒരുമിച്ചാണ് പോകുന്നത്. സമം കായ ശിരോഗ്രീവ്യം ധാരയച്ചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശാനാവകലോകയാൻ. അത് 13ാമത്തെ ശ്ലോകമാണ്. 14ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ പ്രശാന്താത്മാ വിഗർഭീർ ബ്രഹ്മചാരി വ്രതേ സ്ഥിത മനസ്സംയമ മച്ചിതോ യുക്ത ആസിത മത്പര. ഇതാണ് 14ാമത്തെ ശ്ലോകം. കായ ശിരോഗ്രീവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം, നമ്മുടെ ശരീരം, ശിരസ്, കഴുത്ത്, ഇതിനെയാക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കായ ശിരോഗ്രീവം എന്ന് പറയുന്നത്. സമം എന്ന് പറഞ്ഞാൽ ഒരേ നിലയിൽ. അജലം എന്നാൽ നിശ്ചലമായി, അനങ്ങാത്ത. ധാരയാൻ എന്ന് പറഞ്ഞാൽ നിർത്തിക്കൊണ്ട്. അപ്പോ ഇവിടെ പറയുന്നു തന്റെ ശരീരവും കഴുത്തും ഒക്കെ, നമ്മുടെ ശരീരം കഴുത്തൊക്കെ ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗ ചെയ്യുന്ന വ്യക്തി ആരായാലും ആ വ്യക്തിയുടെ ശരീരവും കഴുത്തൊക്കെ ഒരേ നേർരേഖയിൽ നിർത്തിക്കൊണ്ട് നാസാഗ്രത്തിൽ ദൃഷ്ടിയൂന്നണം എന്നാണ് പറയുന്നത്. നമ്മുടെ നാസാഗ്രം, നമ്മുടെ മൂക്കിലൂടെ അവിടെ നമ്മൾ ദൃഷ്ടി വെച്ചുകൊണ്ട് സ്വസ്ഥവും നിയന്ത്രിതവുമായിരിക്കുന്ന മനസ്സുകൊണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വസ്ഥമായിരിക്കണം, നിയന്ത്രിതമായിരിക്കണം. നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് പോകരുത്. എന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മുടെ കൈവിട്ട് നമ്മുടെ മനസ്സ് പോകരുത്. പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, പല പ്രശ്നങ്ങൾ വരും, പരിഹരിക്കപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ട സിറ്റുവേഷൻസ് വരും. കൂടെ നിൽക്കുന്നവരെല്ലാം ചതിച്ചിട്ട് പോകും, കൂടെ നിൽക്കാത്തവരെല്ലാം കൂടേക്ക് നിൽക്കാൻ വരും. ഇങ്ങനെ പല പല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എത്രത്തോളം ഏകാഗ്രമാക്കി വെക്കുന്നുവോ അങ്ങനെ ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് നിയന്ത്രിതമായ മനസ്സോടെ നിർഭയനായി യാതൊരു തരത്തിലും നമ്മൾ ഒരു കാര്യത്തിന് മുമ്പിലും പേടിയോടുകൂടി ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കരുത്. എന്ത് കാര്യമുണ്ടെങ്കിലും സ്വയം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ, ഇത് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട് മനസ്സിനെ നിർഭയത്തോടുകൂടി നിയന്ത്രിതമായിട്ട് ബ്രഹ്മചര്യാനിഷ്ഠനായിട്ട് മൂക്കിന്റെ അഗ്രത്തിൽ കറക്റ്റ് ബ്രഹ്മചര്യാനിഷ്ഠനായിട്ട് സ്വഹൃദയസ്ഥനായിക്കൊണ്ട് എന്നെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച് ധ്യാനിക്കണം എന്നാ പറയുന്നത്. നമ്മൾ ഭഗവാനാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ അങ്ങനെ ഉറപ്പിച്ചു വെക്കണം. സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് നമ്മുടെ സമസ്തവും, അദ്ദേഹമാണ് നമ്മുടെ എല്ലാം. ഈ ഭൂമിയിൽ അദ്ദേഹം വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് അവരെ കളയാൻ പറ്റില്ല, എനിക്ക് ഇവരെ കളയാൻ പറ്റില്ല, എനിക്ക് അവര് വേണം ഇവര് വേണം. പക്ഷെ ഇവരാരും ആയിരിക്കില്ല നമ്മുടെ ആപത്ത് ഘട്ടത്തിൽ എത്തുന്നത്. ഏതോ സ്ഥലങ്ങളിൽ ആരോ ആയിരിക്കാം. അപ്പോ അതാരാണ് കൊണ്ടുവരുന്നത്? ഭഗവാനാണ് കൊണ്ടുവരുന്നത്. ഞാൻ ചേർത്ത് നിർത്തുന്ന 10 പേരെ ഞാൻ എന്തിനു ചേർത്ത് നിർത്തുന്നു? എന്റെ സ്വാർത്ഥ താല്പര്യത്തിന്. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ വിളിക്കാൻ എനിക്ക് ആൾക്കാർ വേണം, കൂടാൻ ബന്ധുക്കൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നോക്കട്ടെ, ഞാൻ ചേർത്ത് നിർത്തിയവരുണ്ടാവില്ല, എന്റെ ബന്ധുമിത്രാദികൾ ആരും ഉണ്ടാവില്ല. ഇതൊന്നുമല്ലാത്ത വ്യക്തികൾ കയറി വരും. ആലോചിച്ച് നോക്കിക്കേ, ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഒന്നുമല്ലാത്ത വ്യക്തികൾ കയറി വന്നിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കാര്യങ്ങൾ നടത്തി തരുന്നത്. അപ്പോ അതാരാണ് ഡിസൈഡ് ചെയ്യുന്നത്? സാക്ഷാൽ ഭഗവാൻ ചിന്തിക്കണം, അവള് കൂടെ നിർത്തിയവരാരും അവൾക്ക് നല്ലതല്ല ചെയ്യാൻ പോണത്. ശരി, അവളുടെ കാര്യം നടക്കട്ടെ, ഭഗവാൻ വേറെ ആൾക്കാരെ കൊണ്ടുവരും. ഇപ്പൊ 2-3 ദിവസം മുമ്പ് എന്റെ ലൈഫിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത്.
അപ്പൊ നമ്മൾ എപ്പോഴും ആരെ നമ്മൾ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമാക്കി മാറ്റണം? ഭഗവാനെ നമ്മൾ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമാക്കി മാറ്റണം എന്നാ പറയുന്നത്. അപ്പോഴാണ് അതൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. പരമാത്മാവായിരിക്കുന്ന ചതുർഭുജനായിരിക്കുന്ന വിഷ്ണുവിന്റെ രൂപത്തിൽ, പരമാത്മാവായിരിക്കുന്ന ചതുർഭുജനായിരിക്കുന്ന 4 കൈകളോട് കൂടിയ വിഷ്ണുവിന്റെ രൂപത്തിൽ സർവ്വജീവികളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന വിഷ്ണു തന്നെയാണ് ജീവിതത്തിന്റെ ഉദ്ദേശം. ഈ സാക്ഷാൽ വിഷ്ണു തന്നെയാണ് വിചേട്ടാ നമ്മുടെ ജീവിതത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. യോഗം എന്നത് സദാ എന്താണ്? സദാ യോഗം എന്നത് വിഷ്ണുവിനെ ഈ നിലയിൽ കണ്ടറിയാനുള്ള പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ പറയും യോഗ ചെയ്താൽ ബോഡി ഷേപ്പ് ആവും, അതാവും, ഇതൊന്നുമല്ല. ഭഗവാനെ നമ്മൾ കണ്ടറിയുന്ന ഒരു പരിശീലനമാണ് യോഗ. അതെങ്ങനെ കണ്ടറിയാൻ പറ്റും? ജ്ഞാനയോഗത്തിലൂടെയും ധ്യാന യോഗത്തിലൂടെയും നമുക്ക് കണ്ടറിയാൻ പറ്റും. അപ്പൊ എല്ലാവരും യോഗ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല, ഇല്ലാത്ത കാര്യം ഇല്ലാന്ന് തന്നെ പറയണം. എപ്പോഴും സ്കൂളിൽ നിന്നൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ യോഗയിലൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല. ഇനി എനിക്ക് ചെയ്യണം. അതിനൊരു സമയം ഞാൻ കണ്ടെത്തും. ഒരു അരമണിക്കൂർ സമയം മതിയല്ലോ. നോക്കട്ടെ, യോഗ എങ്ങനെയെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. ആ യോഗ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറച്ചും കൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെന്താ പറയുന്നത്? ഹൃദയാന്തസ്ഥിതനായിരിക്കുന്ന, അതായത് ഹൃദയത്തിൽ കുടികൊള്ളുന്ന കൃഷ്ണന്റെ പരിപൂർണ പ്രതീകമാണ് ഈ സ്ഥാനീയ വിഷ്ണുമൂർത്തി. ഹൃദയത്തിൽ കുടികൊള്ളുന്ന നമ്മുടെ കൃഷ്ണന്റെ എന്താണ്? പരിപൂർണ പ്രതീകമാണ് ചതുർബാഹുവായിരിക്കുന്ന വിഷ്ണു. വിഷ്ണുമൂർത്തിയെ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കാതെ, വിഷ്ണുമൂർത്തിയിലേക്ക് അതായത് ഭഗവാനിലേക്ക് അടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കാതെ മിഥ്യാ യോഗാചര്യയിൽ ഏർപ്പെടുന്നവർ, ഞാൻ യോഗയ്ക്ക് പോകുന്നുണ്ടെന്ന് കാട്ടാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുത്തുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്ത്, അതൊന്നുമല്ല യോഗ. യോഗ എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും ചിന്തയും വാക്കും പ്രവൃത്തിയും നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാം ഒരേ നേർരേഖയിൽ കൊണ്ടുവന്ന് ഭഗവാനിലേക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് നമ്മുടെ മനസ്സിനെ നല്ല സ്ട്രെയിറ്റ് ലൈൻ വരച്ചതുപോലെ നിൽക്കുന്നതിനാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോ സാക്ഷാൽ ഭഗവാൻ നമ്മൾ എവിടെ എത്തിക്കും? നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പിന്നെന്താ ഇവിടെ പറയുന്നത്? കൃഷ്ണനാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. എപ്പോഴും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ ജീവിച്ചത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണേ, എൻ്റെ മോന് വേണ്ടിയാണേ, എന്നിട്ട് എന്നെ കളഞ്ഞിട്ടും പോയേ എന്നും പറഞ്ഞുകൊണ്ട് അലമുറ ഇടുന്ന വ്യക്തികൾ ആലോചിക്കുക. ഇതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമേ അല്ല. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ജീവിതത്തിന്റെ പകുതിയിൽ കയറി വന്ന പലരും നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകും. അതിലൊന്നും നമ്മൾ വേദനിച്ചിട്ട് കാര്യമില്ല. ടു ബി ഫ്രാങ്ക്ലി, എനിക്കും വേദന ഉണ്ടായ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് വരുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്. മനസ്സിലായില്ലേ? ചില സമയം നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആരോടെങ്കിലും ഒക്കെ നമ്മൾ സംസാരിക്കാം. അങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ ആകുമ്പോൾ ഞാൻ ആദ്യം മെസ്സേജ് ഇടുന്നത് ഞാൻ എൻ്റെ അമ്മയ്ക്കാണ്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരു മെസ്സേജ് ഇട്ടിട്ട്, അയ്യോ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അമ്മ, ഞാൻ ഭയങ്കര കൺഫ്യൂഷനാണ് അച്ഛാ, ഞാൻ എന്ത് ചെയ്യും, എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പറയും. അതെന്തായാലും നമ്മൾ തുറന്നു പറയാൻ പഠിക്കണം. അവിടെയാണ് അവരെ കൊണ്ട് നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? പക്ഷെ ചിലപ്പോൾ എനിക്കുണ്ടാവുന്ന അറിവുകളായിരിക്കില്ല അവർക്ക്, ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന അറിവുകളായിരിക്കില്ല എനിക്ക്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കൺഫ്യൂഷൻ എന്തായാലും നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ മെസ്സേജ് ഇടും. അതെന്തായാലും ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. ആദ്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മെസ്സേജ് ഞാൻ പോസ്റ്റ് ചെയ്യും. ഞാൻ ഭയങ്കര കൺഫ്യൂഷനാണ്, എനിക്ക് എന്ത് ഡിസൈഡ് ചെയ്യണം എന്നറിയില്ല. ഒട്ടനെ എൻ്റെ അമ്മയുടെ മെസ്സേജുകൾ ഒരുപാട് വരും എനിക്ക്. നീ ഇങ്ങനെ ആകാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം, നീ ഇന്നിങ്ങനെ നിൽക്കുന്ന ഒരാളാണ്, നീ അതേക്കുറിച്ച് ചിന്തിക്കണം, നിന്റെ വാക്ക് കേൾക്കാൻ ഒരുപാട് പേരുണ്ട്, നീ അല്ലാണ്ട് അതിലൊന്നും ഇങ്ങനെ ഹരേ യോഗ സ്വന്തമായി ഹരേ കൃഷ്ണ എന്നായിരിക്കും, കൃഷ്ണ വിട്ടോ, യോഗ സ്വന്തമായി പരിശീലിക്കാതെ ഒരു ഗുരുമുഖത്തിൽ നിന്ന് പഠിച്ചാൽ നന്നായിരിക്കും, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട അഭ്യാസമാണ്. എക്സാക്ട്ലി, നല്ലൊരു ഗുരുവിനെ കണ്ടെത്തിയിട്ട് നമ്മൾ യോഗാഭ്യാസം ചെയ്യണം. ഓക്കെ, എനിക്കറിയാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ പലരുടെയും കമന്റ്സ് റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം ശ്രീനൻ പ്രഭുവും സുജിത് പ്രഭു, ശങ്കർ നാരായണ അച്ഛൻ ഇവരൊക്കെ ആ കാര്യത്തിൽ എക്സ്ട്രീമാണ്. അപ്പം നമുക്ക് അവരുടെ എന്താ പറയുക, ഇത് എടുക്കണം, ഒപ്പീനിയൻസ് എടുക്കണം, എന്നിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം നമ്മൾ അതേക്കുറിച്ച് അറിയുന്നവർക്ക് കമന്റ്സ് പോസ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ സെഷൻസ് ഒന്നും തന്നെ ഒരാൾ പറയാ മറ്റുള്ളവർ കേട്ട് നിൽക്കുക, അങ്ങനെയല്ല. എന്നേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രായമുള്ള വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. നിങ്ങളുടെ ഏജ് കൂടി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ആരെയും ഇതാക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഏജ് ആണ് നിങ്ങളുടെ ജീവിതത്തിന് അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ, അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ അറിവുകൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളവരോട് നമ്മളത് ഡിസ്കസ് ചെയ്യാം. അപ്പം എനിക്ക് എപ്പോഴും, ഇപ്പം ഞാൻ കാലിക്കറ്റിലേക്ക് വരുമ്പോഴും എനിക്ക് അമ്മയിൽ നിന്ന് കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ ഒരു ഒപ്പീനിയൻസ്, അത് നമുക്ക് എന്തായാലും ആ അഭിപ്രായം നമുക്ക് വളരെ വാല്യുബിൾ ആണ്.
എന്നിട്ട് അമ്മ പറയും ചെയ്യും, ഇതൊക്കെ പറഞ്ഞെന്ന് ഓർത്തിട്ട് അമ്മ ദേഷ്യപ്പെടേണ്ട, ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ശരിയല്ലേ അമ്മ പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ കുറെ ചിന്തിക്കും അങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? കഴിയുന്നതും സമപ്രായക്കാരുമായിട്ടൊരു ഡിസ്കഷൻ ചെയ്യാതെ കുറച്ചും കൂടെ നമ്മളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോട് നമ്മളുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ അവരതിന് നല്ലൊരു അഡ്വൈസ് തരും. ഉപദേശിക്കാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷെ ശരിയായ ഉപദേശം നൽകാൻ പലർക്കും സാധിക്കില്ല. അപ്പൊ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ പറയില്ല എന്താ അച്ഛനമ്മനോട്, നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കണം, നിങ്ങൾ എന്നെ കൂടുതൽ ഉപദേശിക്കണം. അത് വളരെ മോശമാണ്. അങ്ങനെ നമ്മുടെ മക്കൾ പറയാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. ഓക്കെ. അപ്പൊ കൃഷ്ണനാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. സ്വാഹൃദയസ്ഥനായിരിക്കുന്ന വിഷ്ണുമൂർത്തി യോഗ പരിശീലനത്തിന്റെയും വിഷയവും അത് തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് നമ്മുടെ പരിശീലനം, ഭഗവാൻ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം, ഭഗവാൻ തന്നെയാണ് നമ്മുടെ സമസ്തവും. ഹൃദയത്തിൽ ഇരിക്കുന്ന ഈ വിഷ്ണുമൂർത്തിയെ സാക്ഷാത്കരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കണം. ആ ഭഗവാനെ നമുക്ക് അടുത്തറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ലൈംഗിക ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ പിന്മാറിപ്പോകും. ലൈംഗികമായിരിക്കുന്ന ഒരു ജീവിതം, അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി പിന്മാറിപ്പോ. ലോകം ഇന്ന് മുഴുവൻ ലൈംഗികതയുടെ പിന്നാലെയാണ്. ഞാൻ പറയുന്നതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. ഭയങ്കര മോശം അവസ്ഥയിലോട്ടാണ് ലോകം പോകുന്നത്. ലൈംഗികതയുടെ പിന്നിലേക്കാണ് ലോകം ഓടുന്നത്. വിശുദ്ധമായിരിക്കുന്ന ബന്ധങ്ങൾ ഇന്ന് ലോകത്ത് വളരെ കുറവാണ്. അപ്പൊ ആ ലൈംഗികതയിൽ നിന്നാണ് ആദ്യം മനുഷ്യൻ പിന്മാറേണ്ടത്. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്നുള്ള അവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യോഗി എന്താ ചെയ്യേണ്ടത്? വീട് വിട്ടിട്ട് ഒരു വിജനമായ സ്ഥലത്ത് പോയി താമസിക്കുക. മുമ്പ് പറഞ്ഞതുപോലെ യോഗയിൽ ഇരുന്നു കൊണ്ട്, യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുക. ആവശ്യമായി വരുന്ന ഒരു വലിയ കാര്യമാണ്. മനസ്സിലായില്ലേ? മാതാജി, ഞാൻ യോഗ ക്ലാസ്സിൽ പോയപ്പോഴാണ് ഞാനത് എക്സാക്ട്ലി ഒക്കെ വലിയ ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഡൈവേർഷൻ കിട്ടും. നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് സക്സസ്ഫുൾ ആയി കിട്ടും. ഓരോരോ സാഹചര്യങ്ങളിലൂടെ പോകും. ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അഡ്വൈസ് ആണത്. സ്വന്തം വീട്ടിലിരുന്നോ വേറെ സ്ഥലത്ത് നിന്നോ ദിവസേന ലൈംഗിക സുഖം അനുഭവിക്കുകയും അതോടൊപ്പം യോഗ പരിശീലനം നേടുകയും ചെയ്യുന്നവൻ യോഗിയാവാൻ ഒരാൾക്ക് സാധിക്കില്ല. അതായത് സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിന്ന് യോഗ പരിശീലിക്കണം എന്ന് പറയാനുള്ള കാരണം, വീടുകളിൽ പൊതുവെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് നോർമലി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവർക്കിടയിൽ വന്നു പോയാൽ അതും ചെയ്യാ, പിറ്റേന്ന് യോഗയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മലബാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താ പറയാ, ഇതില് വേങ്ങേരിയിലോട്ടൊക്കെ പോകുന്ന അവിടെയാണ് മലബാർ ഇത്. അവിടുന്ന് മിംസ് ഹോസ്പിറ്റൽ, ബൈപ്പാസില് മിംസ് ഹോസ്പിറ്റലിലാണ് മോനുള്ളത്. കോഴിക്കോട് മിംസില്. വലിയ ദൂരമൊന്നുമില്ല, ഒരു ഹാഫ് ആൻ അവർ അത്രയൊക്കെ കാണത്തുള്ളൂ, അരമണിക്കൂർ. സഞ്ജയ് ധൻരാജ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ്. അപ്പോ എന്താ പറയുന്നത്, നമ്മളപ്പോ അങ്ങനെ വീടുകളിൽ അങ്ങനെ ജീവിച്ചുകൊണ്ട് നമ്മൾ യോഗ പരിശീലിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടും. അതുകൊണ്ടാണ് യോഗ പരിശീലനത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പുറത്ത് ഏതെങ്കിലും ഒരു എന്താ പറയുക സ്ഥലത്ത് പ്ലേസ് ചൂസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ പറയുന്നു, ലൈംഗിക ജീവിതത്തിനാണ് ത്യാജ്യങ്ങളായിരിക്കുന്ന ആ വിഷയങ്ങളിൽ ബിന്ദുമ ത്യാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയും. ബ്രഹ്മചര്യ നിഷ്ഠയെ കുറിച്ച് യാജ്ഞാവാൽക്യ മഹർഷി പറയുന്നതുണ്ട്. ഒരു മഹർഷിയാണത്. അദ്ദേഹം പറയുന്നത്, കർമ്മണാ മനസാ വാചാ സർവാവസ്തു സർവദാ സർവത്ര മൈഥുന്യത്യാഗോ ബ്രഹ്മചര്യം പ്രജക്ഷതേ എന്നാണ് പറയുന്നത്. ഏതൊരു ദിവ്യടയിൽ കൊടുത്തോളൂ ബിന്ദുമ്മ. ഏതൊരു അവസരത്തിൽ ബിന്ദുമ്മ ദിവ്യടയിൽ കൊടുക്കൂ. ഏതവസരത്തിലാണെങ്കിലും ശരി, എവിടെ വെച്ചാണെങ്കിലും ശരി, ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ശരി, ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പൂർണ്ണമായും ലൈംഗിക വിഷയത്തിൽ ഏർപ്പെടാതിരിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യവ്രതം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ബ്രഹ്മചര്യവ്രതം എന്ന് പറഞ്ഞാൽ ഏതൊരവസരത്തിലായാലും ശരി, എവിടെ വെച്ചാണെങ്കിലും ശരി, എപ്പോഴും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചിന്തിക്കണം. ശരീരം മാത്രമല്ല ഈ പറയുന്ന ലൈംഗികാസക്തി, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പൂർണ്ണമായും ലൈംഗിക വിഷയത്തിൽ ഏർപ്പെടാതിരിക്കണം. ചില ആളുകൾ ലൈംഗികമായിരിക്കുന്ന സംസാരങ്ങളിൽ ഏർപ്പെടും, മനസ്സിൽ അതേക്കുറിച്ച് ചിന്തിക്കും. ചിലർ ശരീരം കൊണ്ട് അതിൽ ഏർപ്പെടും. അപ്പൊ ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ബ്രഹ്മചര്യവ്രതം എന്ന് പറയുന്നത്. ഓക്കെ. ലൈംഗിക ബന്ധം പുലർത്തിക്കൊണ്ട് ആർക്കും ശരിയായ രീതിയിൽ യോഗാഭ്യാസം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ലൈംഗിക ജീവിതം എന്തെന്നറിയാത്ത കുട്ടിക്കാലം മുതൽക്കേ ബ്രഹ്മചര്യം പരിശീലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ലൈംഗികം എന്താണെന്നറിയാത്ത കുട്ടിക്കാലം മുതൽക്കേ ബ്രഹ്മചര്യം പരിശീലിക്കണം എന്നാണ് പറയുന്നത്. കുട്ടിക്കാലം മുതലേ നമ്മൾ എന്ത് ചെയ്യണം? യോഗ
പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ആ യോഗയിലൂടെ കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു കാലം അങ്ങ് നേരം വെളുക്കുമ്പോഴേക്ക് തന്നെ സ്കേറ്റിങ്സ് പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഓടിക്കും. ഓക്കെ, നല്ലതാണ്, ഇല്ലാന്നും ഞാൻ പറയില്ല, അതൊക്കെ നല്ല നല്ല അറിവുകളാണ്. പക്ഷെ യോഗ പരിശീലിപ്പിക്കണം കുട്ടികളെ. നിർബന്ധമായിട്ടും യോഗ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ബെറ്റർ ആയിരിക്കുന്ന മക്കളായിരിക്കും. മനസ്സിലായി? വയലൻസ് ഇല്ലാത്ത കുട്ടികളായിരിക്കും. ഏറ്റവും നല്ല വഴിയാണ് യോഗ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത്. കുട്ടികളെ 5-ാം വയസ്സിൽ ഗുരുകുലങ്ങളിലേക്ക് അയക്കുകയും അവിടെ വെച്ച് ആധ്യാത്മിക ആചാര്യന്മാർ ബ്രഹ്മചാരികൾക്ക് വേണ്ട നിഷ്കൃഷ്ടമായിരിക്കുന്ന ശിക്ഷണം നൽകുകയും ചെയ്യുന്ന പതിവുണ്ട്. വളരെ നിഷ്പക്ഷതയോടുകൂടി, അതായത് സ്ട്രിക്റ്റ് ആയിട്ട് വരച്ച വരയിലാണ് കുട്ടികളെ എന്താ പറയാ ആ ആധ്യാത്മിക ആചാര്യന്മാര് എന്ത് ചെയ്യുന്നത്, ഗുരുകുലത്തിൽ വെച്ചിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അവരെ ക്ലാസ് എടുത്ത് വിടുന്നത്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നല്ല നിലയിൽ എത്തുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പരിശീലനം കൂടാതെ ധ്യാനയോഗത്തിലോ ജ്ഞാനയോഗത്തിലോ ഭക്തിയോഗത്തിലോ ആർക്കും മുന്നേറാൻ പറ്റില്ല. നമ്മൾ നല്ല കഠിനമായിരിക്കുന്ന ചിന്താഗതിയോടുകൂടി നമ്മുടെ മനസ്സ്, ശരീരം, വാക്ക്, പ്രവൃത്തി, നമ്മുടെ ഇന്ദ്രിയങ്ങൾ സകലതിനെയും നമ്മൾ നിയന്ത്രിച്ചു കൊണ്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് എങ്ങോട്ടെത്താൻ പറ്റുന്നത്? ധ്യാനയോഗത്തിലും ജ്ഞാനയോഗത്തിലും ഭക്തിയോഗത്തിലോട്ടൊക്കെ നമുക്ക് കടക്കാൻ പറ്റൂ. വിവാഹ ജീവിതത്തിലെ നിയമങ്ങൾ മുറക്കി പാലിക്കുകയും സ്വന്തം ഭാര്യയായിട്ട് അത് നിയന്ത്രിതമായി തന്നെ മാത്രം ലൈംഗിക ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരാളെ ബ്രഹ്മചാരി എന്ന് വിളിക്കാം. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് സ്വന്തം ഭാര്യയുടെ കൂടെ നിയന്ത്രിതമായ ലൈംഗിക വൃത്തി, അതായത് എപ്പോഴും അതിനൊന്നും പോകാതെ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ലാതെ നിയന്ത്രിതമായ ലൈംഗിക വൃത്തിയോടുകൂടി സ്വന്തം ഭാര്യയിൽ തന്നെ മനസ്സുറപ്പിച്ച് കുറവുകളും കൂടുതലുകളും കുറ്റപ്പെടുത്തലുകളും തെറിവാക്കുകളും ഒന്നുമില്ലാതെ നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാന്നാ പറയുന്നത്? ആ വ്യക്തിയെ നമുക്ക് ബ്രഹ്മചാരി എന്ന് വിളിക്കാം എന്നാ പറയാം. അല്ലാതെ കല്യാണം കഴിക്കാതെ കാവീട്ടാൻ നടക്കുന്ന ആൾക്കാർ മാത്രമല്ല ബ്രഹ്മചാരികൾ. അതായത് ബ്രഹ്മത്തിലൂടെ ചരിക്കുന്നവൻ. ആരാ ബ്രഹ്മം? ഈശ്വരൻ. ഈശ്വരനിലൂടെ ചരിക്കുന്നവൻ, ജീവിക്കുന്നവൻ ആരായി? ബ്രഹ്മചാരിയായി. ആ വ്യക്തി ആരാണ്? ഈശ്വരീയ നിയമങ്ങളെ അടിസ്ഥാനത്തോടു കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന വ്യക്തി. അവരെയാണ് ബ്രഹ്മചാരി എന്ന് വിളിക്കുന്നത്. പിന്നെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെയുള്ള നിയന്ത്രിതാത്മാവായിരിക്കുന്ന ഗൃഹസ്ഥ ബ്രഹ്മചാരിയെ ഭക്തി പ്രസ്ഥാനത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. അവര് ഗൃഹസ്ഥാശ്രമികളാണെങ്കിൽ കൂടിയും എന്താണ്, ഭക്തി പ്രസ്ഥാനത്തിൽ അവരെ എന്ത് ചെയ്യും? സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ അവരെ ജ്ഞാനധ്യാന യോഗ പ്രസ്ഥാനക്കാർ സ്വീകരിക്കുകയില്ല. അവർക്ക് പൂർണ്ണമായ ബ്രഹ്മചര്യം തന്നെ ആവശ്യമാണ്. പ്രഭാവമേറിയ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ഭക്തന് ലൈംഗികാസക്തി താനേ നശിച്ചു പോകുന്നു. ഭഗവാനുമായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് എന്താ പറയാ ഒരുപാട് നമ്മൾ അടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവർക്ക് ഭഗവാന്റെ ആ ഒരു ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ലൈംഗിക ആസക്തി തനിയേ പോവുകയാണ്. ലൈംഗിക ആസക്തി ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിയന്ത്രണം പാലിക്കുന്ന ഒരു ഗൃഹസ്ഥ ബ്രഹ്മചാരിയെ അതിന് സ്വീകരിക്കണം. നമ്മളെപ്പോഴും നിയന്ത്രണം പാലിക്കുന്ന ഒരു ഗൃഹസ്ഥനായിരിക്കുന്ന ബ്രഹ്മചാരിയെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ ആ കാര്യത്തിൽ ഒരു ഗുരുവാക്കണം. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, വിഷയാ വിനിർവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപസ്യ പരം ദൃഷ്ടാ നിവർത്തതേ. മറ്റുള്ളവർ, അതായത് നമ്മൾക്കറിയാത്ത ആൾക്കാര് മറ്റുള്ളവര് വിഷയസുഖങ്ങളെ വിട്ടൊഴിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. വിഷയസുഖങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടിയിട്ട് അവര് നിർബന്ധിതരായിരിക്കണം. ഭക്തനാകട്ടെ തന്റെ ശ്രേഷ്ഠമായ രസം കൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുന്നുണ്ട്. ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും സമൂഹത്തിൽ മാറി നിൽക്കാൻ കാരണം എന്താണ്? അവരുടെ ഒരു സ്പെഷ്യൽ പ്ലേസിൽ അവരുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വേറിട്ട രീതിയിലാണ് അവരുടെ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? അവരെപ്പോഴും മറ്റുള്ള ആൾക്കാരെ പോലെ ഭയങ്കര അലസത, അത് ഇത് അങ്ങനെ വേറിട്ട ലൈഫാണ് ഈ ഭക്തരുടെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ആ രസവൈശിഷ്ട്യത്തെ പറ്റി ഭക്തന് മാത്രമേ അറിയാവൂ. നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞിട്ട് എന്തോത്തിന് ഇത് നേരം വെളുത്തി ഇതും കഴുതി കെട്ടി തൂക്കിക്കൊണ്ട് ജപിക്കുന്നത്. പക്ഷെ അതിന്റെ സുഖം എന്താണെന്ന് അറിയണമെങ്കിൽ അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഓരോ നാമത്തിലും ഈശ്വരനുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ നാമത്തിലും ഭഗവാനുണ്ട്. ആ ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിക്കേ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇന്ന് 100%, ഇനി 105%, 110, 120, 150, 180, 200, അങ്ങനെ ഓരോ നാമത്തിലും പോകണം. ഈ നാമങ്ങളെല്ലാം കൂടി നമ്മുടെ ശരീരത്തിൽ നിന്നേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈശ്വരീയ ചൈതന്യം എത്രമാത്രം വരുന്ന പറയുന്നത്. തന്റെ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് വികപധീ നിർഭയനാകാൻ കഴിയൂ. കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് സ്വസ്ഥമാവാൻ പറ്റൂ. ബദ്ധനായ ജീവാത്മാവ് സ്മൃതി വൈകല്യം മൂലം കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധത്തെ വിസ്മരിച്ചതുകൊണ്ടാണ്
വിസ്മരിച്ചതിനാൽ സംഭീതൻ അത്രേ ഭാഗവതം പറയുന്നുണ്ട്. നമ്മുടെ ജീവാത്മാവ് കൃഷ്ണനായിട്ടുള്ള ബന്ധത്തെ മറന്നു പോവാണ് ഭൂമിയിൽ വരുമ്പം. പിന്നെ ഈ ലോകത്തെ സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെ. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടത്. ഇനി ഇതിൽ പറയുന്നു, ഭയം ദ്വിതീയാഭിനാവേശതാ സ്വാത് ഈശോധാഭേദസ്യ വിവരീയോ സ്മൃതി എന്നാണ് പറയുന്നത്. കൃഷ്ണാവബോധം മാത്രമാണ് ഭയമില്ലാത്ത ഒരവസ്ഥയ്ക്ക് അടിസ്ഥാനം. കൃഷ്ണാവബോധം ഇല്ലെങ്കിൽ എല്ലാത്തിലും നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? നമുക്ക് കിട്ടാനുള്ളതിനെ കിട്ടും, കിട്ടാനുള്ളത് കിട്ടണ്ട. ആ ലെവലിലോട്ട് നമ്മൾ മാറും. അതുള്ള ഭക്തന് പരിപൂർണ പരിശീലനം പെട്ടെന്ന് ലഭിക്കും. കാരണം അവന്റെ ഹൃദയത്തിൽ കൃഷ്ണൻ മാത്രമാണ്. കൃഷ്ണനെ മാത്രം പ്രതിഷ്ഠിച്ചിട്ട് ആൾക്ക് പെട്ടെന്ന് യോഗ ചെയ്യാൻ സാധിക്കും. ഹൃദയാസ്ഥനായിരിക്കുന്ന ഈശ്വരന്റെ സാക്ഷാത്കാരമാണ് യോഗാനുഷ്ഠാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നിരിക്കെ കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ തന്നെ അയാൾ ഉത്തമ യോഗിയായി കഴിഞ്ഞു. ഒരാൾക്ക് കൃഷ്ണാവബോധം വന്നു കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തി പരിപൂർണമായി. അത് എത്ര ചെറുതുമാവാം വലുതുമാവാം. മനസ്സിലായില്ലേ? കൃഷ്ണാവബോധം ഒരാൾക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞ് അവിടെ എന്താണെന്ന് നമ്മൾ നോക്കണം. നമ്മൾ മുന്നോട്ട് തന്നെ പോവാം. ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ, ആരൊക്കെ നമ്മളെ വിട്ടിട്ട് പോയി, അതൊന്നും ചിന്തിക്കണ്ട. കൃഷ്ണാവബോധമുണ്ടോ നമുക്ക് കൃഷ്ണനാണ് ലക്ഷ്യം. പിന്നെന്താ പറയണെന്ന് വെച്ചാൽ, ഇവിടെ വിവരിക്കുന്ന യോഗാചര്യയുടെ പ്രമാണങ്ങൾക്ക് യോഗ സംഘടനകൾ എന്ന പേരിൽ പ്രചാരത്തിൽ ഉടനീളം സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല യോഗ സംഘടനകളും അതുണ്ട്, ഇതുണ്ട്, അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചാണ്, ഇത്ര ഫീസ്, അഡ്വാൻസ്, അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഒരു ബിസിനസ് മൈൻഡിലേക്ക് പോവാണ്. ആ വരുന്ന വ്യക്തിക്ക് മാനസികമായിരിക്കും ആത്മീയമായിട്ടും നല്ല ഒരു ഉയർച്ചയും ഉന്നതിയും നൽകാൻ യോഗ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ആ രീതിയിൽ യോഗ എടുത്തൂടാ? അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇനി 15ാമത്തെ ശ്ലോകമാണ്. അത് ഞാൻ നേരത്തെ ഇന്ന് വൈകുന്നേരം എത്തലുണ്ടാവില്ല, നാളെ എടുക്കാം 15ാമത്തെ ശ്ലോകം കേട്ടോ. അപ്പൊ ഇന്ന് വന്ന എല്ലാവർക്കും സന്തോഷം. ഒരു വട്ടം കൂടെ ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം കാണുക. പാട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ നമ്മുടെ തിരുപ്പതി യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തോർത്തിട്ട് 41 മുകളിലുള്ള ആളുകൾ ബുക്ക് ചെയ്യരുത്. ഞാൻ സമ്മതിക്കില്ല, ബുക്കിംഗ് എടുക്കില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഹരേ കൃഷ്ണ. ഞാനൊന്ന് പോയിട്ട് ഉറങ്ങട്ടെ കുറച്ച്. ഒരു അരമണിക്കൂർ ട്രെയിനിൽ ഇന്നലെ ഇങ്ങനെ ഉറങ്ങാതെ വന്നിട്ട് എൻ്റെ കണ്ണ് അടഞ്ഞു പോകുന്നുണ്ട്. ഒരു 1 അവർ, അരമണിക്കൂറിൽ ഒരു 1 അവർ കിടന്ന് ഉറങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴേക്കും മോനുള്ള ലഞ്ചൊക്കെ ആവും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു വെക്കൂ. 7ാം തീയതി തിരുപ്പതിയിൽ അന്നദാനം കൊടുക്കാനുള്ള ഒരു മെസ്സേജ് അയച്ചിടൂ. പിന്നെ റൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ദിവ്യ മാതാജി എടുക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് വൈകുന്നേരം ക്ലാസ് എടുക്കാൻ പറ്റില്ല, നാളെ രാവിലെ ക്ലാസ് എടുക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവരും മാക്സിമം ലൈവ് ഷെയർ ചെയ്യണം. ഓക്കെ, ഹരേ കൃഷ്ണ.